കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി. ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം ഈ ഭാഗങ്ങളിൽ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെടികൾ, തണൽ, വൃക്ഷത്തൈകൾ എന്നിവ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. പ്രവർത്തനങ്ങളുടെ അഞ്ചൽ ബ്ലോക്ക് തല ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് എസ് ഷബീർ നിർവഹിച്ചു. ഏരൂർ മേഖലാതല ഉദ്ഘാടനം ഏരൂർ പഞ്ചായത്തിലെ ഓലിയരുക് വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരികൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തും ചെടികൾ നട്ടുപിടിപ്പിച്ചും CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി അജയൻ നിർവഹിച്ചു. അഞ്ചൽ ബ്ലോക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഓലിയരുക് വെള്ളച്ചാട്ടം ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള കുപ്പികൾ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അമ്യൂണിറ്റി സെൻ്ററിൻ്റെ അടക്കമുള്ള ഈ പാതയോരങ്ങളിൽ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ടൂറിസം കേന്ദ്രത്തെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലോക പരിസരത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ നടന്ന ഒരു ക്യാമ്പയിൻ എല്ലാ കാലങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്നത്. എന്നാൽ ഈ വർഷം ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് അടക്കമുള്ള കുപ്പികൾ നമ്മുടെ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും എല്ലാം വലിച്ചെറിയുകയും അത് വലിയ മലിനീകരണ ഭീഷണി നേരിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ്. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു, പ്രസിഡന്റ് S അഭിലാഷ്, രാംരാജ്, ഗോകുൽ, ശിഖാപത്മൻ, നസ്ലിം, അനന്തു, നജ്മൽ, ബുഹാരി, അതുൽ എന്നിവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.